നിങ്ങൾ എ സി ഉപയോഗിക്കുന്നത് ശരിയായ രീതിയിലാണോ? പലരും വിചാരിക്കും എ സി 20-ലോ 18-ലോ ഇട്ട് കഴിഞ്ഞാൽ റൂം പെട്ടെന്ന് തണുക്കുമെന്ന്. എന്നാൽ സംഗതി അങ്ങനെയല്ല. എ സി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, വീഡിയോ പൂർണ്ണമായി കണ്ടോ. എ സി മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ റൂമിലെ ചൂടിനെ വലിച്ചെടുക്കുക എന്നത് മാത്രമാണ്. ഒരു എ സി എത്ര വേഗത്തിൽ മുറി തണുപ്പിക്കും എന്നത് സൂചിപ്പിക്കുന്നത് അതിന്റെ കപ്പാസിറ്റിയാണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ 1 ടൺ, 1.5 ടൺ എന്നിങ്ങനെ. നിങ്ങൾ റിമോട്ടിൽ എത്ര ഡിഗ്രി സെറ്റ് ചെയ്താലും എ സിയുടെ കപ്പാസിറ്റി മാറില്ല. അതുകൊണ്ട് തന്നെ തണുപ്പിന്റെ വേഗതയും കൂടില്ല. എ സിക്കുള്ളിൽ തെർമോസ്റ്റാറ്റ് എന്നൊരു സാധനമുണ്ട്. അത് റൂമിന്റെ ടെമ്പറേച്ചർ നിരന്തരം മെഷർ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ 25 ഡിഗ്രി സെറ്റ് ചെയ്താൽ റൂമിലെ ടെമ്പറേച്ചർ 25 ഡിഗ്രി ആകുന്നിടം വരെ കംപ്രസർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആ തണുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കംപ്രസർ റെസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും. പിന്നെ അതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ റിമോട്ടിൽ സെറ്റ് ചെയ്യുന്നത് തണുപ്പിന്റെ വേഗതയല്ല, കൂളിംഗ് ഡ്യൂറേഷൻ ആണ്. മറ്റൊരു കാര്യം, നിങ്ങൾ 18 ഡിഗ്രി ഇട്ടാലും 26 ഡിഗ്രി ഇട്ടാലും എ സിയിൽ നിന്ന് വരുന്ന കാറ്റിന്റെ തണുപ്പ് ഏകദേശം 10 മുതൽ 16 ഡിഗ്രി വരെ ആയിരിക്കും. അത് എപ്പോഴും ഒരേപോലെയാണ്. ഇനി എ സി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, എ സി ഇടയ്ക്കിടയ്ക്ക് ഓഫ് ചെയ്യരുത് എന്നതാണ്. കുറച്ചു നേരത്തേക്ക് പുറത്തു പോകുമ്പോൾ എ സി ഓഫ് ചെയ്യുന്നത് കറണ്ട് ബില്ല് ലാഭിക്കുമെന്ന് കരുതരുത്. പിന്നീട് മുറി ചൂടായാൽ അത് തണുപ്പിക്കാൻ എ സിക്ക് കൂടുതൽ പവർ ഉപയോഗിക്കേണ്ടി വരും. ഇത് ആക്ച്വലി നിങ്ങളുടെ കറണ്ട് ബില്ല് കൂട്ടത്തേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, എ സിയുടെ ടെമ്പറേച്ചർ 23 മുതൽ 26 വരെ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഓരോ ഡിഗ്രി സെൽഷ്യസ് കുറയുമ്പോഴും പവർ കൺസപ്ഷൻ 5 മുതൽ 10% വരെ കൂടും. അതുകൊണ്ട് 16 ഡിഗ്രി സെൽഷ്യസ് ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. റൂം തണുക്കില്ല, കറണ്ട് ബില്ല് കൂടുന്നത് മാത്രം മിച്ചം. മൂന്നാമത്തെ കാര്യം, ജനലുകളോ വാതിലുകളോ തുറന്നിട്ടിട്ട് എ സി പ്രവർത്തിച്ചാൽ അത് വെറും ഫാനിന് തുല്യമായിട്ടേ പ്രവർത്തിക്കൂ. അതുകൊണ്ട് മുറിയിലെ തണുപ്പ് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. മാക്സിമം ക്ലോസ്ഡ് റൂം യൂസ് ചെയ്യുക. 4, കറണ്ട് ബില്ല് ലാഭിക്കാൻ ഇൻവെർട്ടർ എ സികളാണ് നല്ലത്. കാരണം ഇതിലെ കംപ്രസർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് എനർജി ലാഭിക്കാൻ സാധിക്കും. ഈ ചെറിയ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ബില്ലിനെ അത്ര പേടിക്കാതെ എ സി ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.